കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒഡീഷ എഫ്സിയുടെ ക്യാപ്റ്റനായ സെൻട്രൽ ബാക്ക് താരമായ കാർലോസ് ഡെൽഗാഡോയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ ചർച്ചകൾ നടത്തുന്നതായാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റൂമറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, നിലവിൽ അദ്ദേഹത്തിന് ടീമിലേക്ക് എത്തിക്കാനായിട്ട് ബാംഗ്ലൂർ എഫ്സിയും നിലവിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ നിലവിൽ അദ്ദേഹത്തിന്റെ ഹോം ക്ലബായ ഒഡീഷ നിലവിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാനായിട്ടുള്ള ചർച്ചകളും നടത്തുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റൂമറുകൾ. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊറേഷ്യൻ താരമായ മാർക്കോ ലെസ്കോവിച്ച് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കാണില്ല എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ഏതാണ്ട് കൺഫേം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നാലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒഡീഷ എഫ്സിയുടെ സെൻട്രൽ ബാക്ക് താരമായ കാർലോസ് ഡെൽഗാഡോയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ ചർച്ചകൾ നടത്തുന്നതായി നിലവിൽ റൂമറുകൾ പുറത്തു വരുന്നത്. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന കാര്യം നിലവിൽ വ്യക്തമല്ല. ബട്ട് ആസ് ഓഫ് നൗ ഇത് വെറും റൂമർ മാത്രമാണെങ്കിലും നിലവിൽ ഈ റൂമറിൽ പറയുന്നത് പ്രകാരം നിലവിൽ ബാംഗ്ലൂർ എഫ്സിയും അതുപോലെ ബ്ലാസ്റ്റേഴ്സുമാണ് നിലവിൽ അദ്ദേഹത്തിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ടുള്ള ചർച്ചകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒഡീഷയും നിലവിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒഡീഷയുടെ ക്യാപ്റ്റനാണ്, അതുപോലെ സെൻട്രൽ ബാക്ക് റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു മികച്ചൊരു താരമാണ്. സ്റ്റാർട്ടിംഗ് 11-ലെല്ലാം വളരെ മികച്ച അവസരങ്ങൾ കണ്ടെത്തുന്ന ഒരു താരം കൂടിയാണ്. ഒഡീഷ എഫ്സിക്ക് വേണ്ടി ലാസ്റ്റ് നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ ഒരു ഗോൾ നേടുവാനായിട്ട് ഈ ഒരു കാർലോസ് ഡെൽഗാഡോ എന്ന് പറഞ്ഞ ഈ ഒരു വിദേശ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത സീസണിൽ മാർക്കോ ലെസ്കോവിച്ച് ഉണ്ടാകില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒന്നെങ്കിൽ കാർലോസ് ഡെൽഗാഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻട്രൽ ബാക്കിനെ ടീമിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ മുമ്പിലുണ്ട്. എന്തായാലും ആസ് ഓഫ് നോ ഇറ്റ്സ് ജസ്റ്റ് എ റൂമർ. എന്തായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.